നിതിൻ രാജിന് നീതി ഉറപ്പാക്കുകയെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഹർത്താലിന്റെ പ്രചരണാർത്ഥം നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വളപ്പ് ജംഗ്ഷനിൽ നിന്നും ഞാറക്കൽ ലേബർ കോർണർ വരെ പന്തം കൊളുത്തി പ്രകടനം നടത്തി. This news brought to you by Kalpaga Weddings, North Paravoor. കണ്ണൂർ അഞ്ചരക്കണ്ടി BDS കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുക, നിതിൻ രാജിന് നീതി ഉറപ്പാക്കുക, കുടുംബത്തിന് ധനസഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പട്ടികജാതി, പട്ടികവർഗ, ദളിത്, ആദിവാസി ഗോത്ര സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ 28/4/2026 കേരള ഹർത്താലിനെ ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ്. ഈ ഹർത്താലിന്റെ പ്രചരണാർത്ഥം നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 6:30 മണിക്ക് വളപ്പ് ജംഗ്ഷനിൽ നിന്നും ഞാറക്കൽ ലേബർ കോർണർ വരെ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ആക്ഷൻ കൗൺസിൽ കൺവീനർ KKS ചെറായി തിരികൊളുത്തി, ജോഷി തിട്ടയിൽ, ശ്യാംകുമാർ ഞാറക്കൽ, ബിജു അയ്യമ്പിള്ളി, KK ജയന്തൻ, ഹരീഷ് മുളഞ്ചേരി, മുകേഷ് പാറക്കൽ, KS ശ്രീരാജ്, ഹരി വാലിയൻ, ഡോക്ടർ PK ബേബി, ഷൺമുഖൻ അയ്യമ്പിള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകടനത്തിൽ 100 പേർ പങ്കെടുത്തു. തുടർന്ന് 28 രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടത്തുന്ന ഹർത്താൽ സമാധാനപൂർണമായിരിക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. വ്യാപാരികൾ കടകളടച്ചും ബസ് സർവീസുകൾ നിർത്തിവെച്ചും പൊതുജനങ്ങളും ജനാധിപത്യ വിശ്വാസികളും സർവോപരി മനുഷ്യസ്നേഹികളും ഈ സമരത്തോട് അനുരഞ്ജനം കാണിക്കണമെന്ന് സംഘാടക സമിതി അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത വളപ്പ്. കാരണം നിതിൻ രാജ് എന്ന പട്ടികജാതിക്കാരനാണ് പയ്യനാണ് മരണപ്പെട്ടുവെങ്കിൽ, വധിക്കപ്പെട്ടുവെങ്കിൽ ഇവിടെ ജീവിച്ചു മരിക്കുന്നവർ ഒത്തിരി ആളുകളുണ്ട്. അവർ വിവിധ ജാതി മതങ്ങളിൽപ്പെട്ടവരാണ്. നിതിൻ രാജ് ധൈര്യവാനായതിന്റെ പേരിൽ, മിടുക്കനായതിന്റെ പേരിൽ, മിടുക്കന്മാർക്കും ധൈര്യശാലികൾക്കും ഒരിക്കൽ മാത്രമേ മരണമുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കൊണ്ട് നിതിൻ രാജ് മാത്രം വധിക്കപ്പെട്ടു. ജീവിച്ചു മരിക്കുന്നവർ ആ കോളേജിൽ നിരവധി ആളുകളുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിതിൻ രാജ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ വീട്ടിലേക്ക് പോകുവാൻ കൂടെ പഠിക്കുന്നവർക്ക് അനുവാദം നൽകിയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചെറുമക്കൾ സ്കൂളിൽ, കോളേജിൽ പഠിക്കുമ്പോൾ അവന്റെ അച്ഛനോ അമ്മയോ അവൻ തന്നെയോ മരണപ്പെട്ടാൽ ആ സ്കൂളിലുള്ള, ആ കോളേജിലുള്ള, ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും വന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന എത്ര വിശ്വാസമായ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിതിൻ രാജ് എന്ന മിടുക്കനായ ധൈര്യശാലിയായ ആ പയ്യൻ മരിച്ചപ്പോൾ അവന്റെ അന്ത്യകർമ്മങ്ങളിൽ, അന്ത്യരായ സമയങ്ങളിൽ അവനെ ഒന്ന് കാണുവാനോ അവരുടെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനോ ഈ കോളേജ് അധികൃതർ ആരും വന്നില്ല എന്ന് മാത്രമല്ല, അവന്റെ സഹപാഠികളെ പോലും അതിനെ അനുവദിച്ചില്ല എന്നോർക്കുമ്പോൾ എത്ര ക്രൂരമായ നടപടിയാണ് ആ കോളേജ് അധികൃതരിൽ നിന്നുണ്ടായത്. ഏപ്രിൽ മാസം 10-ാം തീയതി മുതൽ പല ഭാഗത്തായി ഉയരുന്ന ഒരു ശബ്ദമാണ് നിതിൻ രാജ്. പക്ഷെ കേരളമെമ്പാടും നിതിൻ രാജ് എന്ന പേര് കേൾക്കാൻ തുടങ്ങിയത് ഏകദേശം 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ്. നിതിൻ രാജ് ആദ്യം അറിയപ്പെട്ടത് കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിൽ ആത്മഹത്യ ചെയ്ത ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലായിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജ് എന്ന് പറയുന്ന സ്വാശ്രയ കോളേജാണ്. ആ സ്വാശ്രയ കോളേജിൽ ഗവൺമെന്റിന്റെ നിയമത്തിന്റെ തീരുമാനങ്ങളനുസരിച്ച് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ, പട്ടികജാതി പട്ടികവർഗ സംവരണത്തിന്റെയോ മറ്റോ അടിസ്ഥാനത്തിലെല്ലാം മറിച്ച് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു നിതിൻ രാജ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള നെടുമങ്ങാടുള്ള അശോകന്റെയും ലതയുടെയും ഏക മകനായ, അവർക്ക് 2 പെൺമക്കളെയും ബാക്കിയുള്ളൂ, ഏക ആൺതരിയായിട്ടുള്ള നിതിൻ രാജ് ആത്മഹത്യ ചെയ്തു എന്ന് കേരളം അറിഞ്ഞപ്പോൾ തുടർന്ന് നടന്ന നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതെല്ലാം മറിച്ച് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലപാതകമായിരുന്നു എന്ന് അവന്റെ കൂട്ടുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾ പരസ്യമായി പ്രകടിപ്പിക്കാൻ തുടങ്ങിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി
ഡെന്റൽ കോളേജിലെ മിടുക്കനായ വിദ്യാർത്ഥിയുടെ മരണം അത് വെറും ഒരു മരണം ആയി തള്ളിക്കളയാൻ പാടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ മരിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കൃത്യമായി അന്വേഷിച്ച് അതിൽ ഉത്തരവാദികളായ അവരെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്ന് നിയമത്തിന്റെ ശക്തമായ ഒരു നടപടി ഉണ്ടാകണമെന്ന്, അങ്ങനെ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ ഒരു പ്രതിഷേധ ജാഥയും നാളെ കേരളമെമ്പാട് സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു ഹർത്താലും ആചരിക്കാൻ വിവിധ പട്ടികജാതി പട്ടികവർഗ ദളിത് സമുദായത്തിൽപ്പെട്ട ആദിവാസി ദളിത് സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ ആ മരണപ്പെട്ട നിതിൻ രാജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്താൻ തീരുമാനമായത്. നാളെ നമ്മുടെ കേരള സംസ്ഥാനത്ത് നടത്താൻ പോകുന്ന നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിൻ്റെ ഹർത്താൽ വിജയിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് നമ്മളിന്നോടെ വൈപ്പിങ്കരയിൽ ഈ പന്തംകുളത്തിൽ പ്രകടനം നടത്തിയത്. ഈ നിതിൻ രാജിൻ്റെ മരണത്തെക്കുറിച്ച് വ്യക്തമായ ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. നിതിൻ രാജ് ഏതായാലും ആത്മഹത്യ ചെയ്യില്ല എന്ന് എല്ലാവരും, അവനെ അറിയുന്ന എല്ലാവരും തറപ്പിച്ചു പറയുന്നു. നീണ്ട ഒരു അവധിക്ക് ശേഷം അവൻ്റെ വീട്ടിൽ കാണാമെന്ന് അവൻ്റെ സുഹൃത്തുക്കളായ വിദ്യാർത്ഥികളും പറയുന്നു. ഇവിടെ നിതിൻ രാജിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല ഇത്. അവിടെ നിതിൻ രാജ് മാത്രമല്ല പീഡിക്കപ്പെടുന്നത്, മുസ്ലിം വിദ്യാർത്ഥികൾ പീഡിക്കപ്പെടുന്നു, ഈഴവ വിദ്യാർത്ഥികൾ പീഡിക്കപ്പെടുന്നു, നായർ വിദ്യാർത്ഥികൾ, ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ, ഇവരെല്ലാം അഞ്ചരക്കണ്ടി കോളേജിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പിന്നീട് രംഗത്ത് വന്ന വിദ്യാർത്ഥികൾ ഓരോരുത്തരായി പത്രക്കാരോട് പറഞ്ഞിട്ട് അത് മുഴുവനും റിപ്പോർട്ട് ചെയ്യാൻ ചാനലുകാരോ പത്രക്കാരോ തയ്യാറായിട്ടില്ല.